ഗുരുതരമായൊരു തെറ്റ് ചെയ്തു. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു 3 മണിക്ക് ഭക്ഷണം കഴിച്ചു. 3 മണിക്ക് ഞാൻ കേരളത്തിലെ ജനങ്ങളെ വിലയിരുത്തട്ടെ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ മലബാറിൽ കാപ്പി കുടിക്കാൻ പോയാലുള്ള സ്ഥിതി. മലബാറിൽ ഏതെങ്കിലും വീട്ടിലൊരു കാപ്പി കുടി, അവർ ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ടല്ല, ഞാനൊന്ന് വരുമെന്ന് പറഞ്ഞു, ഞാനൊന്ന് ഹരിദാസേട്ടൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിൻ്റെ ഒരു അവസ്ഥയെ. ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചതാണോ ഇത്രയും വലിയ പ്രശ്നമാക്കിയത് ആളുകൾ? നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ വിരുന്നിന് നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കി വെക്കോ ഇല്ലേ? പ്രത്യേകിച്ച് അതൊരു മുഖ്യമന്ത്രി ആണെങ്കിലോ ഒന്നും കൂടി ചിലപ്പോൾ നല്ല ഫുഡ് ഉണ്ടാക്കി നമ്മൾ വെക്കും അല്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രി നമ്മളെ വീട്ടിലേക്ക് വരുന്നത് കൊണ്ടല്ലേ. എന്നാൽ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത് ജനങ്ങൾക്ക്. ഒരു വെള്ളപ്പൊക്കം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങൾ പോയി സന്ദർശിക്കാതിരിക്കുകയോ അവിടുത്തെ കാര്യങ്ങൾ നോക്കാതിരിക്കുകയോ അവിടുത്തെ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുകയോ ചെയ്തൊരു വ്യക്തി ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. അദ്ദേഹം അതിനുശേഷം അവിടെ പോയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു സ്ഥലത്ത് പോയിട്ട് ഒരാൾ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിലുണ്ടല്ലോ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരാൾ കേൾക്കേണ്ടി വന്നത്. ചില ആളുകളുടെ സംസാരങ്ങളും കമന്റുകളും കണ്ടാൽ തോന്നും മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് വിരുന്ന് വെച്ചതെന്ന്. അദ്ദേഹം ക്ഷണിക്കപ്പെട്ട സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചതിന്റെ പേരിലാണോ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? അതൊക്കെ വളരെ മോശമായി പോയിട്ടാ. പാർട്ടിപരമായിട്ട് ആളുകൾക്ക് എന്ത് വിയോജിപ്പുണ്ടെങ്കിലും അതൊന്നും കാണിക്കേണ്ടത് ഈ ഒരു സന്ദർഭങ്ങളിലല്ല. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന പോലെയാണ് ചില ആളുകളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ. ചില ആളുകൾ മുഖ്യമന്ത്രി എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കുന്നില്ല. അദ്ദേഹം ഒരു മനുഷ്യനല്ലേ, ആ മനുഷ്യനെന്ന പരിഗണനയെങ്കിലും കൊടുക്ക്. ആ കൈ കൂപ്പിയിട്ടൊക്കെ ആ വീഡിയോയിൽ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നപ്പോഴേ സത്യത്തിൽ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയിട്ടാ. അത് നമ്മുടെ നാടിൻ്റെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ. ഒരു മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ മുമ്പിൽ അങ്ങനെ പറയേണ്ടി വന്ന ഒരു അവസ്ഥ കണ്ടപ്പോണ്ടല്ലോ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നിയിട്ടാ. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം.